നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ PSG FC ബാഴ്സലോണയെ പരാജയപ്പെടുത്തി സെമി ഫൈനലിലേക്ക് കടന്നു. ആദ്യ പാദത്തിൽ പാരീസിൽ പുറകിൽ പോയിട്ട് രണ്ടാം പാദത്തിൽ തിരികെ വന്ന PSG-ക്കായിട്ട് ഇരട്ട ഗോളുകളാണ് ബാഴ്സലോണ നഗരത്തിൽ വെച്ച് ബാഴ്സലോണയുടെ വലയിലേക്ക് കിലിയൻ എംബാപ്പെ അടിച്ചു കയറ്റിയത്. ആദ്യ പാദത്തിൽ പാരീസിൽ അദ്ദേഹത്തെ പൂട്ടിയിരുന്നു ബാഴ്സയെങ്കിൽ രണ്ടാം പാദത്തിൽ ഇരട്ട ഗോളുകൾ അദ്ദേഹത്തിൻ്റെ വക വന്നപ്പോൾ 1-4 ഗോളുകളുടെ വിജയം, അഗ്രിഗേറ്റ് 4-6 വിജയവുമായിട്ടാണ് PSG യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും എംബാപ്പയോടൊരു ചോദ്യം. എംബാപ്പെ ഈ സീസൺ കഴിഞ്ഞാൽ PSG വിടുകയാണ് എന്നുള്ളത് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടാൽ ആ തീരുമാനത്തിൽ മാറ്റമുണ്ടാകുമോ? ഇന്നലത്തെ കളിക്ക് ശേഷം ഈ ചോദ്യം അദ്ദേഹത്തോട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി നോക്കുക. അദ്ദേഹം പറയുന്നു നോ നോ നോ. ഭാവിയെക്കുറിച്ചുള്ള ചോദ്യം വരുമ്പോൾ അദ്ദേഹം പറയുന്നു ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ മാറ്റമൊന്നും സംഭവിക്കില്ല, തീരുമാനത്തിൽ മാറ്റം സംഭവിക്കില്ല. എന്തായാലും ഞാൻ ഒരു പാരീസിയനാണ്. PSG-യുടെ ജേഴ്സി ഞാൻ വളരെയധികം അഭിമാനത്തോടു കൂടിയാണ് ധരിക്കുന്നത്. PSG-ക്കൊപ്പം ചാമ്പ്യൻസ് ലീഗ് നേടുക എന്നുള്ളത് എൻ്റെ സ്വപ്നമാണ്. വെംബ്ലിയിലേക്ക് എത്താൻ ഞങ്ങൾ പരിശ്രമിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും തീരുമാനത്തിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല, പക്ഷേ PSG-ക്കൊപ്പം UCL നേടുക എന്നുള്ളത് സ്വപ്നമാണ്. വെംബ്ലിയിലാണ് ഫൈനൽ, അങ്ങോട്ടേക്ക് എത്താൻ പരമാവധി പരിശ്രമിക്കുമെന്ന് എംബാപ്പെ പറയുമ്പോൾ PSG ആരാധകർ വലിയ സ്വപ്നം കാണുന്നുണ്ട്. PSG കിരീടം ചൂടുന്നതും അത് കഴിഞ്ഞ് എംബാപ്പയുടെ മനം മാറ്റുന്നതുമൊക്കെ ലൂയിസ് എൻട്രിക്ക് തന്നെ നേരത്തെ അത്തരത്തിലുള്ള ചില സൂചനകൾ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഫുട്ബോൾ ലോകം പൊതുവെ വിലയിരുത്തുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.